ഹലോ, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൻ്റെ മൂന്നാമത്തെ പാർട്ട് നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദി റിലേഷൻ ആർ ഇൻ ദി സെറ്റ് 1, 2, 3. ഇവിടെ നോക്കിയടാ, ഇവിടെ നമുക്കൊരു സെറ്റ് വന്നിട്ടുണ്ട്. എന്താണ് ആ സെറ്റ്? 1, 2, 3 ഗീവൺ ബൈ ആർ ഈക്വൽ ടു, നോക്കിയേ, ആർ എന്ന് പറഞ്ഞ ഒരു റിലേഷനും കൂടി ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് എഴുതാം ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർ 1, 1, 2, 2, 3, 3, 1, 2, 2, 3. അപ്പം ഈ സെറ്റിൽ നിന്നും ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു റിലേഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണ്, പക്ഷേ സിമ്മട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. ഇതാണ് നമുക്ക് ഷോ ചെയ്യേണ്ടത്. റിഫ്ലക്സീവ് ആണ്, ബട്ട് സിമ്മട്രിക്കും അല്ല, ട്രാൻസിറ്റീവും അല്ല. അപ്പം നമുക്കൊന്ന് നോക്കാം. റിഫ്ലക്സീവിൻ്റെ കേസ് നോക്കാം. നോക്കിയടാ, റിഫ്ലക്സീവ് ആകുന്ന എപ്പോഴാടാ? ഈ റിലേഷൻ റിഫ്ലക്സീവ് ആകണമെന്ന് നമുക്ക് ഷോ ചെയ്യണം. റിഫ്ലക്സീവ് ആണെന്ന് നമുക്ക് ഷോ ചെയ്യണം. ഇവിടെ നോക്കിയേ, സെറ്റിലെ ആൾക്കാരെ നോക്കിയേ, 1, 2, 3. സെറ്റിലെ ആൾക്കാരെ നോക്കിയാൽ ആരൊക്കെയാണ്? 1, 2, 3. അപ്പോൾ ഇത് റിഫ്ലക്സീവ് ആകണമെങ്കിൽ നമ്മുടെ റിലേഷനിൽ 1, 1 വേണം, 2, 2 വേണം, 3, 3 വേണം. ഇവന്മാർ മൂന്നും ഒരുമിച്ച് വേണം, എന്നാലേ നമ്മുടെ റിലേഷൻ റിഫ്ലക്സീവ് ആകൂ. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയടാ, ഓർഡേർഡ് പെയർ 1, 1 ഉണ്ട്, ഓർഡേർഡ് പെയർ 2, 2 ഉണ്ട്, ഓർഡേർഡ് പെയർ 3, 3 ഉണ്ട്. ഇവന്മാർ 3 പേരും ഒരുമിച്ച് നമ്മുടെ റിലേഷനിലുണ്ട്. അപ്പം നമുക്ക് പറയാം നമ്മുടെ റിലേഷൻ റിഫ്ലക്സീവ് ആണ്. വെറുതെ പറഞ്ഞാൽ പോരല്ലോ, നമുക്കൊന്ന് എഴുതണ്ടേ. ഓർഡേർഡ് പെയർ 1, 1 belongs to R. Ordered pair 2, 2 belongs to R. Ordered pair 3, 3 belongs to R. കണ്ട, നമ്മുടെ സെറ്റിലുള്ള ഓരോ എലമെൻറ്റിൻ്റെയും ഡബ്ലറ്റ് നമ്മുടെ റിലേഷനിലുണ്ട്. അപ്പം നമുക്ക് പറയാം therefore R is reflexive. നമ്മുടെ റിലേഷൻ എന്താണ്? റിഫ്ലക്സീവ് റിലേഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അടുത്ത നമുക്ക് സിമ്മട്രിക്കിൻ്റെ കേസ് എടുക്കാം. എന്താടാ സിമ്മട്രിക്കിൻ്റെ കേസ്? ജനറലായിട്ട് നമുക്കറിയാമല്ലോ, ഇഫ് ഓർഡേർഡ് പെയർ A, B belongs to R. A, B എന്ന് പറഞ്ഞ ഒരു ഓർഡേർഡ് പെയർ നമ്മുടെ റിലേഷനിലുണ്ടെങ്കിൽ അവിടെ എന്ത് വേണമെടാ? അവിടെ എന്ത് വേണം? B, Aയും വേണം. B, A മസ്റ്റായിട്ടും വേണം, എന്നാലേ നമ്മുടെ റിലേഷൻ സിമ്മട്രിക് ആകൂ. A, B ഉണ്ടെങ്കിൽ B, A വേണം. ഇനി ഒമാർ രണ്ടും ഇല്ലെങ്കിൽ പ്രശ്നമില്ല, അതെന്താണ്? സിമ്മട്രിക് ആയിരിക്കും. ഇവിടെ A, B എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നമ്മുടെ റിലേഷനിൽ B, A വേണം, എന്നാലേ അത് സിമ്മട്രിക് ആകും. നമുക്ക് നോക്കാം. ഇവിടെ നോക്കി, A, B ഫോമിലുള്ള ആളല്ലേടാ 1, 2. കണ്ട, 1, 2 എന്ന് പറയുന്നത് A, B ഫോമിലുള്ള ആളാണ്. എക്സാക്റ്റ് A, B എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടൊന്നുമില്ല, ബട്ട് 1, 2 എന്ന് പറയുന്നത് A, B ഫോമിലാണ്. അപ്പം നമുക്ക് പറയാം 1, 2 belongs to R. 1, 2 നമ്മുടെ റിലേഷനിലുണ്ട്. ഇനി ഇത് സിമ്മട്രിക് ആകണമെങ്കിൽ ആര് വേണമെടാ? 2, 1 വേണം. 2, 1 നമ്മുടെ റിലേഷനിലുണ്ടോ? 2, 1 നമ്മുടെ റിലേഷനിൽ ഇല്ല. ഓർഡേർഡ് പെയർ 2, 1 നോട്ട് ബിലോങ്സ് ടു R. അപ്പം നമുക്ക് പറയാം നമ്മുടെ റിലേഷൻ സിമ്മട്രിക് അല്ല. therefore R ഈസ് നോട്ട് സിമ്മട്രിക്. റിലേഷൻ എന്താണ്? സിമ്മട്രിക് അല്ല. ഓക്കെ, ഇപ്പം തന്നെ നമുക്ക് കിട്ടി സിമെട്രിക് അല്ലെന്ന്. ഇനി വേണമെങ്കിൽ ഇതൊന്നും കൂടെ നോക്കിയടാ. ഓർഡേർഡ് പെയർ 2, 3 ഇവിടെ ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു A, B ഫോമിലാണ്. കണ്ട, 2ഉം 3ഉം ഡിഫറെൻ്റ് ആൾക്കാരാണ്. അപ്പോൾ അതൊരു A, B ഫോമിലാണ്. ഇനി ഇതിൻ്റെ തിരിച്ചിട്ട ആൾ
3,2 ഇതിൻ്റെ അകത്തുണ്ടോ? ഇവിടെ 2,3 ഉണ്ട്. ഇതിൽ 3,2 ഉണ്ടാടാ? ഇല്ല. അപ്പോഴും നമുക്ക് പറയാം സിമ്മട്രിക് അല്ല. ഓൾറെഡി നമുക്ക് സിമ്മട്രിക് അല്ലെന്ന് കിട്ടി, പ്രശ്നമില്ല. ഇനി അടുത്ത് നോക്കി ട്രാൻസിറ്റീവിൻ്റെ കേസ് നോക്കാം. ട്രാൻസിറ്റീവ് എന്താടാ സംഭവം? ജനറൽ ആയിട്ട് ഞാൻ എഴുതുവാണേ. ഇഫ് ഓർഡേർഡ് പെയർ A, B belongs to R and B, C belongs to R. എന്താടാ നമ്മുടെ റിലേഷനിൽ A, B എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയറും B, C എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയറും ഉണ്ടെങ്കിൽ നമ്മുടെ റിലേഷനിൽ മസ്റ്റായിട്ടും A, C വേണം. മസ്റ്റായിട്ടും A, C വേണം. എന്നാലേ നമ്മുടെ റിലേഷൻ ട്രാൻസിറ്റീവ് ആകൂ. A, B ഇവിടെ എയിൽ തുടങ്ങി ബിയിൽ തീർന്ന്, B, C ഇവിടെ ബിയിൽ തുടങ്ങിയേ ഇവിടെ ബിയിൽ തീർന്ന് ഇവിടെ ബിയിൽ തുടങ്ങണം. ഇവിടെ B, Cയും ഉണ്ടെങ്കിൽ നമ്മുടെ റിലേഷൻ ട്രാൻസിറ്റീവ് ആകണമെങ്കിൽ നമ്മുടെ റിലേഷനിൽ മസ്റ്റായിട്ടും A, C വേണം. കിട്ടിയില്ലേ? ഇതാണ് ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയുന്നത്. A, C ഉണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ റിലേഷൻ ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. അപ്പം നമുക്കിവിടെ നോക്കാടാ. ഇവിടെ നോക്കി ഇതൊരു A, B ഫോമിലല്ലേടാ. 1,2 എന്ന് പറയുന്നത് ഒരു A, B ഫോമിലല്ലേ. A എന്ന് പറയുന്നത് 1 ആണ്, B എന്ന് പറയുന്നത് 2 ആണ്. അപ്പം നമുക്ക് എഴുതാം ഓർഡേർഡ് പെയർ 1,2 ബിലോങ്സ് ടു R. ഇത് നമ്മുടെ റിലേഷനിലുണ്ട്. ഇനി നോക്കിയടാ, ഇതൊരു B, C ഫോമിലല്ലേ. ഇവിടെ നോക്കിയേ B2 ആയിരുന്നു, ഇവിടെയും B2 ആണ്. 3 നമ്മുടെ C ആയിട്ട് എടുക്കാം. അപ്പോൾ എന്താണ്? A, B ഉണ്ട്, B, C ഉണ്ട്. നമ്മുടെ റിലേഷനിൽ A, B ഉണ്ട്, B, C ഉണ്ട്. ഇനി ആര് വേണം? A, C ഉണ്ടാന്ന് നോക്കണം. A, C ഉണ്ടെങ്കിൽ നമ്മുടെ റിലേഷൻ ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ഇവിടെ A, B ഉണ്ടല്ലേ. 1,2 ഉണ്ട്. പിന്നെ ആരുണ്ടടാ? 2,3 ഉണ്ട്. 2,3 ബിലോങ്സ് ടു R. ഇനി ആരാണ് വേണ്ടത്? ഈ ക്രോസ് ഉള്ള ആളെ നോക്കിയേ. 1,3 ഇതിൻ്റെ അകത്തുണ്ടാ? 1,3 റിലേഷനിൽ ഇല്ലടാ. നോക്കിയേ, ഓർഡേർഡ് പെയർ 1,3 നോട്ട് ബിലോങ്സ് ടു R ആണ്, നമ്മുടെ റിലേഷനിൽ ഇല്ല. അപ്പം നമുക്ക് പറയാം therefore R ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. R എന്ന് പറഞ്ഞ റിലേഷൻ എന്താടാ? ട്രാൻസിറ്റീവ് അല്ല. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. ഷോ ദാറ്റ് ദി റിലേഷൻ R in the set Z of integers given by R equal to set of ordered pair A, B such that 2 divides A minus B. എന്താണ് ക്വസ്റ്റ്യൻ? ഇവിടെ നമുക്ക് ഒരു സെറ്റ് തന്നിട്ടുണ്ട്. സെറ്റ് Z ഓഫ് ഇൻറ്റീജേഴ്സ്. എന്താ സംഭവം എന്ന് വെച്ചാൽ Z എന്ന് പറഞ്ഞാൽ ഇൻറ്റീജേഴ്സ്. അപ്പോൾ ഇൻറ്റീജേഴ്സിൻ്റെ സെറ്റാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇൻറ്റീജേഴ്സ് എന്താടാ? ഇൻറ്റീജേഴ്സ് എന്താ? ഞാൻ എഴുതി തരാവേ. Z ഈക്വൽ ടു സെറ്റ് ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ -2, -1, 0, 1, 2 എക്സെട്ര. ഇങ്ങനെയുള്ള നമ്പറുകളെയാണ് നമ്മൾ ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത്. 0 കാണും, പോസിറ്റീവ് നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3 അതും കാണും. പിന്നെന്താടാ? നെഗറ്റീവ് നമ്പേഴ്സ് -2, -1 അങ്ങനെയുള്ള നമ്പറൊക്കെ കാണും. ഇതിനെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത്. ഇൻറ്റീജേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് Z വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ സെറ്റിൽ നിന്നാണ് നമ്മുടെ ഈ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. റിലേഷൻ നോക്കിയേ. R ഈക്വൽ ടു set of ordered pair A, B such that 2 divides A minus B. സംഭവം എന്താണ്? റിലേഷൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ A മൈനസ് ബിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ A, B എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ നമ്മുടെ റിലേഷനിൽ കാണും. ക്ലിയർ ആണ്? A മൈനസ് ബി എന്ന് പറഞ്ഞ ആളെ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ A, B എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ നമ്മുടെ റിലേഷനിൽ കാണും. ഓക്കെ,
എടാ ഈ റിലേഷൻ ഇക്വലൻസ് റിലേഷൻ ആണോ എന്നാണ് കേട്ടോ നമുക്ക് കാണിക്കേണ്ടത്. ഇക്വലൻസ് റിലേഷൻ ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് റിഫ്ലക്സീവിൻ്റെ കേസ് നോക്കാം. റിഫ്ലക്സീവ് ആണോ എന്ന് നമുക്ക് നോക്കാം. റിഫ്ലക്സീവ് ആകണമെങ്കിൽ നമുക്കറിയാം ഡബ്ലറ്റ് ഉണ്ടായിരിക്കണം അല്ലേ, ഡബ്ലറ്റ് ഉണ്ടായിരിക്കണം. ഇവിടെ നമുക്ക് ഡബ്ലറ്റ് വേണമെങ്കിൽ എ കോമ എ എന്ന് പറഞ്ഞ ആളല്ലേടാ വേണ്ടത്, അല്ലെങ്കിൽ ബി കോമ ബി എന്ന് പറഞ്ഞ ആൾ വേണം, അല്ലെങ്കിൽ സി കോമ സി എന്ന് പറഞ്ഞ ആൾ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ മൈനസ് എ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ബി മൈനസ് ബി എ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ സി മൈനസ് സി എ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോഴേ ഡബ്ലറ്റ് കാണും. നമുക്കങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഞാൻ എന്തേ എ മൈനസ് എ എടുക്കുവാണ്. എ മൈനസ് എ എന്ന് പറയുന്നത് എന്താടാ, 0 അല്ലേ? എ മൈനസ് എ എന്ന് പറയുന്നത് 0 അല്ലേ? അപ്പം നമുക്ക് പറയാം 2 ഡിവൈഡ്സ് 2 എന്താടാ, 2 ഡിവൈഡ്സ് എ മൈനസ് എ. എ മൈനസ് എ എന്ന് പറയുന്നത് 0 ആണ്. 0നെ നമുക്ക് ഏത് നമ്പർ കൊണ്ട് വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാൻ പറ്റും, പ്രശ്നമില്ല. ക്ലിയർ ആണോ? 0യെ നമുക്ക് ഏത് നമ്പർ കൊണ്ട് വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, 1 ആയിക്കോട്ടെ, 2 ആയിക്കോട്ടെ, 3 ആയിക്കോട്ടെ, 4 ആയിക്കോട്ടെ, പ്രശ്നമില്ല. അപ്പം എ മൈനസ് എയെ നമുക്ക് എന്താ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ബി മൈനസ് ബി ആണ് എടുക്കുന്നതെങ്കിൽ അതിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സി മൈനസ് സി എടുക്കുന്നെങ്കിൽ അതിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം നമുക്ക് ഏത് നമ്പർ ആണെങ്കിലും പ്രശ്നമില്ല. എന്താടാ, ആ സെയിം നമ്പർ ആണെങ്കിൽ നമുക്ക് അതിനെ എന്താ മൈനസ് ചെയ്തിട്ട് ഏത് നമ്പർ കൊണ്ട് വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് പറയാം therefore R is reflexive. R എന്താടാ, റിഫ്ലക്സീവ് ആണ്. കാരണം 0യെ നമുക്ക് ഏത് നമ്പർ കൊണ്ട് വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി സിമെട്രിക്കിൻ്റെ കേസ് നോക്കാം. സിമെട്രിക്കിൻ്റെ കേസ് എന്താടാ, if 2 divides a minus b, എന്താണ്, നമുക്ക് എ മൈനസ് ബിയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഓർഡേർഡ് പെയർ എ കോമ ബി ബിലോങ്സ് ടു ആർ അല്ലേ. ഇഫാണ്, ഇതുണ്ടെങ്കിൽ മറ്റേത് മതി. അപ്പം നമുക്ക് എ മൈനസ് ബിയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എ കോമ ബി എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ നമ്മുടെ റിലേഷനിൽ കാണും. എടാ, എ മൈനസ് ബിയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ബി മൈനസ് എയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോടാ? ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നമുക്കിത് ഇവിടെ നോക്കാം. 7 മൈനസ് 3യെ എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 7 മൈനസ് 3 എത്രയാടാ, 4 ആണ്. 4 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 2. 7 മൈനസ് 3യെ എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ തിരിച്ചിട്ടുള്ള ആളെന്ന് നോക്കിയേ, 3 മൈനസ് 7നെയും എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമടാ. എന്ത് വരുമെന്നറിയാവാ? 3 മൈനസ് 7 എന്ന് പറഞ്ഞാൽ -4 ആണ്. -4 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ എനിക്ക് -2 കിട്ടും. അപ്പം സംഭവം ഇത്രയേ ഉള്ളൂ. എ മൈനസ് ബിയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബി മൈനസ് എയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് പറയാം ഇഫ് 2 ഡിവൈഡ്സ് എ മൈനസ് ബി എ കോമ ബി ബിലോങ്സ് ടു ആർ. അപ്പം നമുക്കിവിടെ എന്താടാ, ബി മൈനസ് എയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 ഡിവൈഡ്സ് ബി മൈനസ് എയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് പറയാം ഓർഡേർഡ് പെയർ ബി കോമ എ ബിലോങ്സ് ടു ആർ. കണ്ട, ഇവിടെ എന്താടാ, എ കോമ ബി എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ നമ്മുടെ റിലേഷനിലുണ്ടെങ്കിൽ അവിടെ മസ്റ്റായിട്ടും ബി കോമ എയും കാണും. കണ്ട, അതാണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പം നമുക്ക് പറയാം therefore R ഈസ് സിമ്മട്രിക്. ആർ എന്ന് പറഞ്ഞ റിലേഷൻ സിമ്മട്രിക് ആണ്. അവിടെ എ കോമ ബി ഉണ്ടെങ്കിൽ ബി കോമ എയും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് സിമ്മട്രിക് ആണ്. ഇനി ട്രാൻസിറ്റീവിൻ്റെ കേസ് നോക്കാം. എന്താടാ, നമുക്കറിയാം
എ മൈനസ് ബിയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ എ കോമ ബി എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ നമ്മുടെ റിലേഷനിൽ കാണും. നോക്കിയടാ, 2 ഡിവൈഡ്സ് എ മൈനസ് ബി എന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്? ഓർഡേർഡ് പെയർ എ കോമ ബി ബിലോങ്സ് ടു ആർ. ഇനി നമ്മൾ ബി കോമ സിയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. എ കോമ ബിയും ബി കോമ സിയും ഉണ്ടെങ്കിൽ നമുക്ക് എ കോമ സി മതി. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ എന്താ, എ കോമ ബി മാത്രമാണെങ്കിൽ നമുക്ക് പറയാം എന്താണ്, ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. ഇവിടെ എ കോമ ബിയും പിന്നെ ബിയിൽ തുടങ്ങുന്ന വേറെ ഏതെങ്കിലും ബി കോമ സി ആയിക്കോട്ടെ അതും ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്, എ കോമ സി മസ്റ്റായിട്ട് നമ്മുടെ റിലേഷനിൽ വേണമെന്നല്ലേ കണ്ടീഷൻ. അപ്പം നമുക്ക് എന്താ, ബി കോമ സി ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണേ. അപ്പം നമുക്ക് പറയാം 2 ഡിവൈഡ്സ് ബി കോമ സി 2 ഡിവൈഡ്സ് ബി മൈനസ് സിയെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. അപ്പം നമുക്ക് പറയാം ഓർഡേർഡ് പെയർ ബി കോമ സി ബിലോങ്സ് ടു ആർ. കിട്ടിയാ? അപ്പം നമ്മൾ എങ്ങനെ നോക്കുവാടാ? അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു 3 വാല്യൂ എടുക്കാം. ഇവിടെ എ മൈനസ് ബി എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എക്കും ബിക്കും അതിനനുസരിച്ചുള്ളൊരു വാല്യൂ എടുക്കാം. എ ഞാനിവിടെ ഒരു 8 എന്നെടുക്കാം. എയുടെ വാല്യൂ 8 എന്നെടുത്ത്. ഇനി ബിയുടെ വാല്യൂ ഞാനിവിടെ 4 എന്നെടുക്കുവാണേ. അപ്പം നമുക്ക് 8 മൈനസ് 4നെ എന്താണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിയടാ, ബി മൈനസ് സിയെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിക്ക് അതിനനുസരിച്ചുള്ളൊരു വാല്യൂ എടുക്കണം. 2 എടുക്കാം. കാരണം എന്താ, 4 മൈനസ് 2 ആണ്. 2നെ എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത്രയും വാല്യൂ എടുത്തേ. ഇനി എനിക്ക് ചെക്ക് ചെയ്യേണ്ട എന്താണ്, അതെ, ക്രോസ് വരുന്ന ആള് എ മൈനസ് സിയെ എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എ മൈനസ് സി ഒന്ന് ഇവിടെ എടുത്തിടാം. എ മൈനസ് സി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തോ ഒരു ഇവിടെ 8 മൈനസ് 2 അല്ലേ, 8 മൈനസ് 2 ആണ്. 8 മൈനസ് 2 ഈക്വൽ ടു 6. ഇനി ഇതിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ പോരെ. അപ്പോൾ നമുക്ക് എ മൈനസ് സിയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇവിടെ നോക്കിയാടാ, 6 അല്ലേ, 6നെ നമുക്ക് ഈസി ആയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഈക്വൽ ടു 3. അങ്ങനെ നമ്മൾ ഈ കണ്ടീഷൻ വെച്ചിട്ട് എക്കും ബിക്കും സിക്കും ഏത് വാല്യൂ കൊടുത്താലും നമുക്ക് എന്താടാ, എ മൈനസ് സിയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് പറയാം 2 ഡിവൈഡ്സ് എ മൈനസ് സിയെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇത് ഇംപ്ലൈ ചെയ്യുന്നത് എന്താടാ, ഇത് ഇംപ്ലൈ ചെയ്യുന്നത് ഓർഡേർഡ് പെയർ എ കോമ സി ബിലോങ്സ് ടു ആർ. എ കോമ സി എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ നമ്മുടെ റിലേഷനിൽ കാണും. അപ്പം നമുക്ക് കിട്ടി, എന്ത് കിട്ടിയടാ, അപ്പം നമുക്ക് കിട്ടി ആർ ഈസ് ട്രാൻസിറ്റീവ്. നമ്മുടെ ആർ എന്ന് പറഞ്ഞ റിലേഷൻ ട്രാൻസിറ്റീവ് ആണ്. ഇവിടെ നോക്കിയടാ, ആദ്യം നമുക്ക് റിഫ്ലക്സീവ് ആണെന്ന് കിട്ടി, സിമ്മട്രിക് ആണെന്ന് കിട്ടി, ട്രാൻസിറ്റീവ് ആണെന്ന് കിട്ടി. ഇത് 3 ആണെങ്കിൽ നമുക്ക് പറയാം ആർ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ. ആർ എന്താടാ, ആർ എന്ന് പറയുന്നത് ഒരു ഇക്വലൻസ് റിലേഷൻ ആണ്. ക്ലിയർ അല്ലേ?